കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. അപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ കർക്കിടക മാസം അനുബന്ധിച്ച് കഞ്ഞി പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി വാങ്ങിയിട്ട് വന്നു. പക്ഷെ എനിക്ക് അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ 9:30 ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ കുളിച്ച് റെഡിയായി പാത്രമൊക്കെ കൊണ്ട് നിൽക്കണം കേട്ടോ, പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കഞ്ഞി പാത്രത്തിലാക്കിയിട്ട് കൊടുത്തു വിടുകയാണ് വീട്ടിലേക്ക്. അല്ലാതെ അവിടെ 9:30 പോയ കുട്ടികൾ 11:30 കഞ്ഞിയൊക്കെ വാങ്ങി, നല്ല ചൂടുള്ള കഞ്ഞിയും അതുപോലെ തന്നെ നല്ല ചൂടുള്ള കറി, മത്തനും പയറും കൂടി വെച്ച് അടിപൊളി ടേസ്റ്റി കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നല്ല ചൂട് കഞ്ഞി. അവർ കൊണ്ടുവന്നതും കൈ കഴുകിയും കൊണ്ട് പാത്രം കിണ്ണങ്ങും സ്പൂണൊക്കെ എടുത്തിട്ട് വന്നു. അപ്പം എല്ലാവരും കൂടി ഒന്ന് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞിരിക്കണേ. ഞങ്ങളെല്ലാവരും കൂടി കഞ്ഞി കുടിക്കാൻ പോകണം. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കുന്നതിനിടയിൽ കുട്ടികളുടെ കുറച്ച് കുസൃതികളും അതുപോലെ തന്നെ വികൃതികളും പിണക്കങ്ങളും കരച്ചിലും അങ്ങനെയൊക്കെ അതൊക്കെ അടങ്ങിയ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യണേ, മറക്കരുത്. കുട്ടിക്കാലത്തെ മറക്കാനാവാത്ത ഇതേപോലത്തെ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവും എല്ലാവർക്കും. അപ്പം അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാ ഇവിടെ നല്ല ചൂട് കഞ്ഞിയും അതേപോലെ മത്തനും പയറും കൂടി വെച്ചതാ കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടോടുകൂടെ തന്നെ ആ കഞ്ഞി കുടിക്കാം. എനിക്ക് അമ്മയ്ക്ക് വേണ്ട. എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. പാർക്കുട്ടി കഞ്ഞി എങ്ങനെയുണ്ട്? എവിടുന്നാ കഞ്ഞി കിട്ടിയത്? എത്ര ടേസ്റ്റ് ഉണ്ട് തന്നെ? അമ്പലശിവങ്കോലിനാണ് കഞ്ഞി കിട്ടിയിരിക്കുന്നത്. ആരൊക്കെ പോയി വാങ്ങിച്ച് കുഞ്ഞാട്ടനും കുഞ്ഞാടും മാത്രം പോയി ബാക്കിയുള്ളൊക്കെ കഴിക്കി. അപ്പൊ ഈ കഞ്ഞിക്കുടിയൊക്കെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലമാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സ്റ്റേജിൽ പറഞ്ഞ കഞ്ഞിയല്ല കേട്ടോ, ചോറായിരുന്നു. രാവിലെ എണീച്ച് മുത്തിയമ്മൻ്റെ അച്ഛമ്മൻ്റെ കൂടെയാണ് ചോറിനാൻ പോവുക. രാവിലെ എണീച്ച് അച്ഛമ്മൻ്റെ കൂടെയാണ് പോവുക. രാവിലെ എണീച്ച് വേഗം പല്ലേച്ച് ചായ കുടിച്ച് മുറ്റത്ത് പൂവൊക്കെ ഇട്ട് കുളി കഴിഞ്ഞ് ചോറിൻ്റെതിന് ശേഷം ഞങ്ങൾ അമ്പലത്തേക്ക് പോകും. അമ്പലത്തിൽ പോയി ചോറൊക്കെ ഉണ്ട്. അത് ഒരു 10:30 ആകുമ്പോഴേക്കും അവിടെ എത്തും. 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയ നല്ല തിരക്കായിരുന്നു. കിണ്ണം പിടിച്ച് ക്യൂ നിൽക്കുകയാണ്. കിണ്ണമൊക്കെ പിടിച്ച് ക്യൂ നിന്ന് ചോറും സാമ്പാറും പായസം അതൊക്കെ ഒരു പ്രത്യേക ഒരു 11:30 ആകുമ്പോഴേക്കും ഉണ്ടിട്ട് വരും. വരുന്ന വഴിക്ക് വല്ല വീടുകളിൽ മതിലോരത്തൊക്കെ പൂക്കളുണ്ടെങ്കിൽ പൂ വലിച്ചിട്ട് വരും. അതൊന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ് കർക്കിടക മാസത്തിലെ. ഉന്തും തിരക്കിയിട്ടും ആ ഒരു പിടി ചോറിന് വേണ്ടിയിട്ടില്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു നിമിഷമാണ്. ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലം. എല്ലാവർക്കും അങ്ങനെ ഒരു ഓർമ്മകൾ ഉണ്ടാവും അല്ലേ?
പക്ഷെ ഇപ്പൊ ആർക്ക് വേണം? ഓ, അവള് വലുതായി. ഇപ്പൊ ആർക്ക് വേണം? ഇപ്പോഴൊന്നും അങ്ങനെ അവിടെ പോകാറുണ്ട്. ഇപ്പോഴൊക്കെ അങ്ങനെ ചോറിന് ഇപ്പൊ നമ്മ പോകാറില്ല, അവിടെയുള്ളവര് പോകാറുണ്ട്. എൻ്റെ വീട് വന്നിട്ട് നെന്മാറയില് വിത്തനശ്ശേരി എന്ന് പറയും. അപ്പോൾ നെല്ലിക്കുളങ്ങര, അതേപോലെ ശിവൻകോവില്, കുറേ അമ്പലമുണ്ട്. കൂടല്ലൂര് ആ ഭാഗത്തൊക്കെ ചുറ്റും അമ്പലങ്ങളാണ്. അപ്പൊ ചോറുണ്ണാനൊക്കെ അതൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷെ ഇവിടെ സദ്യ ഡെയിലി ഇല്ല കേട്ടോ. ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ മാത്രം. ഒരു ഉള്ളിലായതുകൊണ്ട് അധികം അത്ര ആൾക്കാരൊന്നുമില്ല. കഞ്ഞിയും മത്തൻ കറിയും കഴിഞ്ഞ ആഴ്ചയും കിട്ടി. ഈ ആഴ്ച അവർ പോയി കുട്ടികൾ വാങ്ങി. പക്ഷെ കുട്ടികളൊക്കെ ഈ സ്റ്റേജിൽ, ഈ പ്രായത്തിലെ പോകും. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മടിയായിരിക്കും അല്ലേ. അപ്പം ഇപ്പം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോകാൻ. കുറച്ച് വലുതായാൽ പിന്നെ അവർ മടിയായിരിക്കും. അപ്പോൾ പോണത് വരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ട്. ഒരു 9:30 ആകുമ്പോൾ പോയി. ഇതാ 11:30 ആകുമ്പോഴേക്ക് കഞ്ഞി കൊണ്ടുവന്നു. ഇതാ ചുടുക്കനെ കഞ്ഞിയൊക്കെ കുടിക്കണം ഇവിടെ. അപ്പോൾ കഞ്ഞിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചൂടോടെ കുടിക്കാൻ ഭയങ്കര പ്രത്യേക ഒരു ടേസ്റ്റാണ്. പാവം കുട്ടികൾ അവിടെ നിന്ന് ഇതുവരെ തൂക്കിയിട്ട് വന്നില്ലേ. ഒരു 15 മിനിറ്റോളം 15 മിനിറ്റോളം നടക്കാൻ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ പറസേ ബായ് പറ. രണ്ടാൾ അവിടെ ഇരുന്ന് കഴിക്കണ, രണ്ടാൾ ഇതാ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ. എന്ത് കഴിക്കണ? കഞ്ഞി കുടിക്കണ രണ്ടാളും കൂടി. ബായ് പറ. അങ്ങനെ മക്കളൊക്കെ കഞ്ഞുകൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കളിക്കാൻ പോയി. കളിക്കാൻ പോകുമ്പോൾ ഞാൻ പാർക്കുട്ടിനെ ഓർക്കായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും കുടിക്കുക അമ്മ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാൻ പോയി ചെന്ന് നോക്കുമ്പോൾ മത്തം കൂട്ടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ കുറച്ച് മുട്ടക്കോസ് ഉപ്പേരി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തു കഴിക്കാൻ. കഞ്ഞിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കറി വേണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ പാത്രം കണ്ട് തെറ്റിദ്ധരിക്കരുത്. പാത്രം വലുതാണെങ്കിലും കഞ്ഞി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ കിണ്ണത്തിൽ ഒഴിച്ച് കഴിക്കാൻ മടിച്ചിട്ട് ഈ പാത്രം പിന്നെ ഈ കിണ്ണവും കഴുകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പാത്രത്തിൽ തന്നെ കഴിച്ചതാണ്. കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 11:30 കൊണ്ടുവന്നിട്ട് ഞാൻ 1 മണിക്കാണ് കഴിച്ചത്. ചൂടൊക്കെ അറിയിട്ടുണ്ടായിരുന്നു. ചൂടോടെയാണ് നല്ല ടേസ്റ്റ് കേട്ടോ. എന്നാലും ടേസ്റ്റിന് കുറവില്ല, എന്നാലും ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ്. പക്ഷെ ഇത് നമ്മൾ കഞ്ഞിവെള്ളം തന്നെ കുടിച്ചാൽ മതി, വയറൊക്കെ നിറയും. അത്രയും ടേസ്റ്റ്. ഒരു പ്രത്യേക അമ്പലത്തിലെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. പക്ഷെ മത്തം കൂട്ടാൻ മാത്രം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.